ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കെമിസ്ട്രിയിലെ ഫസ്റ്റ് ടോപ്പിക്ക് രാസമാറ്റങ്ങൾ, ഭൗതിക മാറ്റങ്ങൾ. ഈ ടോപ്പിക്കുമായി റിലേറ്റഡ് ആയിട്ടുള്ള സെക്കൻഡ് ക്ലാസ് ആണ് ഇന്നത്തേത്. അപ്പോൾ ആദ്യം നമ്മൾ മാറ്റങ്ങളുടെ ലോകം അല്ലേ, ആ ഒരു ലെസൺ പഠിച്ചിട്ടുണ്ടായിരുന്നു. 6th സ്റ്റാൻഡേർഡിലെ ലെസണാണ്. അത് കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പിക്കിൻ്റെ അണ്ടറിൽ വരുന്ന ന്യൂ SCERTയിലെ ലെസണാണ് 8th സ്റ്റാൻഡേർഡിലെ. ഇത് സ്റ്റാൻഡേർഡ് 8ലെയാണ്. സ്റ്റാൻഡേർഡ് 8ലെ 4th ലെസൺ മാറ്റങ്ങളുടെ രസതന്ത്രം. ന്യൂ SCERT ആണ് കേട്ടോ, ന്യൂ SCERT ആണ്, പ്രത്യേകം ഓർക്കുക. മാറ്റങ്ങളുടെ രസതന്ത്രം നമുക്ക് നോക്കാം. ഇവിടെ കുറച്ച് പിക്ചേഴ്സ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്? മെഴുകുതിരി കത്തുന്നത്, പിന്നെന്താ പൂത്തിരി അല്ലേ, പൂത്തിരി കത്തുന്നത്, വാഴക്കുല പഴുക്കുന്നത്, അങ്ങനെ പല വെള്ളം തിളപ്പിക്കുന്നത്, അങ്ങനെ പല പല പിക്ചേഴ്സ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പദാർത്ഥങ്ങൾ പലതരം മാറ്റത്തിന് വിധേയമായി കാണുന്നുണ്ട് നമുക്ക് ഈ പിക്ചറിൽ അല്ലേ. അപ്പോൾ നോക്കിയേ, കല്ല് കൊത്തി ശില്പമാക്കുന്നുണ്ട്. ഇവിടെ ഒരു ശില്പി കല്ല് കൊത്തി ശില്പം ഉണ്ടാക്കുന്നത് കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഈ ഒരു കല്ല് കൊത്തി ശില്പമാക്കുന്നതും അതുപോലെ വാഴക്കുല പഴുക്കുന്നതും ഒക്കെ ഒരുപോലെയുള്ള മാറ്റങ്ങളാണോ? ഒന്ന് മനുഷ്യനിർമ്മിതവും മറ്റേത് പ്രകൃതിദത്തവുമാണ് അല്ലേ. വാഴക്കുല പഴുക്കുന്നതെന്ന് പറയുമ്പോൾ അത് പ്രകൃതിദത്തമായിട്ടുള്ള ഒരു മാറ്റമാണ്. ശില്പി കല്ല് കൊത്തി ശില്പം ഉണ്ടാക്കുന്നത് എന്ന് പറയുമ്പോൾ മനുഷ്യനിർമ്മിതമായിട്ടുള്ള മാറ്റങ്ങളാണ്. അപ്പോൾ നമ്മുടെ ചുറ്റും ഇത്തരത്തിലുള്ള ഒരുപാട് മാറ്റങ്ങൾ ഉണ്ട്. അപ്പോൾ മാറ്റങ്ങൾക്ക് വിധേയമാവുന്ന വസ്തു ചിലപ്പോൾ അത് പുതിയൊരു വസ്തുവായിട്ട് രൂപാന്തരം പ്രാപിച്ചേക്കാം അല്ലേ. ഇനി നമ്മുടെ ചുറ്റുപാടും കാണുന്നതും പലവിധ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നതുമായ ഈ പദാർത്ഥങ്ങളെല്ലാം എന്താണ്? ദ്രവ്യത്തിൻ്റെ വിവിധ രൂപങ്ങളാണ്. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും ദ്രവ്യത്താൽ നിർമ്മിതമാണ്. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും ദ്രവ്യത്താൽ നിർമ്മിതമാണ്. ഇനി അടുത്ത പോയിന്റ്, ദ്രവ്യത്തിൻ്റെ സവിശേഷതകൾ മനസ്സിലാക്കിയിട്ട് ഒരു എക്സ്പെരിമെൻ്റ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അതായത് കുറച്ച് പദാർത്ഥങ്ങൾക്കുണ്ടാവുന്ന മാറ്റങ്ങളുടെ രസതന്ത്രം ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ദ്രവ്യത്തിൻ്റെ പൊതു സവിശേഷതകൾ മനസ്സിലാക്കാനായിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സ് ആണ്. അപ്പോൾ നോക്കാം. ആദ്യത്തെ പോയിന്റ് നമുക്ക് പോയിന്റ് വൈസ് ആയിട്ട് നോക്കി പോവാം. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് അല്ലേ. മാറ്ററിന് എന്ത് വേണം? മാറ്ററിന് എക്സിസ്റ്റ് ചെയ്യാൻ ഒരു പ്ലേസ് ആവശ്യമാണ്. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് എന്നതാണ് ദ്രവ്യത്തിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്. ദ്രവ്യത്തിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തെയാണ് അതിൻ്റെ വോളിയം അല്ലെങ്കിൽ വ്യാപ്തം എന്ന് പറയുന്നത്. അപ്പോൾ മാറ്ററിന് അല്ലെങ്കിൽ ദ്രവ്യത്തിന് സ്ഥിതി ചെയ്യാൻ എന്ത് വേണം? ഒരു സ്ഥലം വേണം. അപ്പോൾ ആ ഒരു ദ്രവ്യത്തിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തെയാണ് അതിൻ്റെ വോളിയം അല്ലെങ്കിൽ വ്യാപ്തം എന്ന് പറയുന്നത്. ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിൻ്റെ അളവാണ് മാസ്. ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിൻ്റെ അളവാണ് മാസ് എന്ന് പറയുന്നത്. അപ്പോൾ ദ്രവ്യത്തിന് എന്തുണ്ട്? മാസ് ഉണ്ട്. അത് രണ്ടാമതൊരു സവിശേഷതയാണ്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്താ നമ്മൾ പറഞ്ഞത്? ദ്രവ്യത്തിന് മാറ്ററിന് ഒക്കുപ്പൈ ചെയ്യാൻ എന്ത് വേണം? ഒരു സ്ഥലം വേണം എന്ന് പറഞ്ഞു. അതിനെയാണ് നമ്മൾ വ്യാപ്തം എന്ന് പറയുന്നത് അല്ലേ. മാറ്ററിന് ഒക്കുപ്പൈ ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തെയാണ് മാറ്റർ അല്ലെങ്കിൽ അതിൻ്റെ വ്യാപ്തം എന്ന് നമ്മൾ പറയുന്നത് അല്ലേ. വ്യാപ്തം അല്ലെങ്കിൽ വോളിയം. ഇനി അതുപോലെ ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുള്ള മാറ്ററിൻ്റെ അളവിനെയാണ് അതിൻ്റെ മാസ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് കിട്ടിയല്ലോ. ഇനി സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും, രണ്ടും കൂടി ചേർത്താണ് ഇനി അടുത്തൊരു പോയിന്റ് പറയുന്നത്. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായ ഏതിനെയും ദ്രവ്യം എന്ന് വിളിക്കാം. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായ ഏതിനെയും എന്തെന്ന് വിളിക്കാം? ദ്രവ്യം എന്ന് വിളിക്കാം. അപ്പോൾ നോക്കിയേ, ഇനി ഖരം, ദ്രാവകം, വാതകം, ഇതിൻ്റെ സവിശേഷതകളാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഖരാവസ്ഥയിലുള്ള ഒരു വസ്തു, അപ്പോൾ അതിനെടുക്കുകയാണെങ്കിൽ നമുക്ക് നിശ്ചിത മാസ് ഉണ്ട്, അതിന് നിശ്ചിത വ്യാപ്തമുണ്ട്, നിശ്ചിത ആകൃതിയും ഉണ്ട്. ദ്രാവകത്തിന് നിശ്ചിത മാസ് ഉണ്ട് അല്ലേ, അതുപോലെ തന്നെ നിശ്ചിത വ്യാപ്തവുമുണ്ട്. എന്നാൽ ആകൃതി എങ്ങനെയാണ്? ഏതൊരു വെസലിലാണോ നമ്മൾ എടുക്കുന്നത് ആ ഒരു വെസലിൻ്റെ ആകൃതി ആയിരിക്കും. അപ്പോൾ നിശ്ചിത ആകൃതി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏത് പാത്രത്തിലാണോ നമ്മൾ എടുക്കുന്നത് ആ ആകൃതിയിലായിരിക്കും ആ പാത്രത്തിൽ ദ്രാവകം ഉണ്ടാവുക. അപ്പോൾ ദ്രാവകത്തെ സംബന്ധിച്ച് അതിന് നിശ്ചിത മാസും നിശ്ചിത വ്യാപ്തവും ഉണ്ട്. ഇനി നമ്മൾ വാതകത്തിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ വാതകത്തിന് എന്തുണ്ട്? നിശ്ചിത മാസ് ഉണ്ട്, എന്നാൽ വ്യാപ്തമുണ്ട് അല്ലെങ്കിൽ നിശ്ചിതമായിട്ടുള്ള വ്യാപ്തമുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ആകൃതി നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഖരത്തെ സംബന്ധിച്ച് അതിന് നിശ്ചിതമായ മാസ്, വ്യാപ്തം, ആകൃതി എന്നിവ ഉണ്ട്. ദ്രാവകത്തിലേക്ക് വരുമ്പോൾ ദ്രാവകത്തിന് നിശ്ചിത മാസും നിശ്ചിത വ്യാപ്തവുമുണ്ട്, എന്നാൽ നിശ്ചിത ആകൃതി ഉണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. അടുത്തൊരു പോയിന്റ്, വാതകത്തിൻ്റെ കേസിൽ എന്താണ്? വാതകത്തിന് നിശ്ചിത മാസ് ഉണ്ട്, എന്നാൽ നിശ്ചിത വ്യാപ്തവും നിശ്ചിത ആകൃതിയും ഉണ്ടെന്ന് പറയാനായിട്ട് സാധിക്കില്ല. ഇനി അടുത്തൊരു പോയിന്റിലോട്ട് വരാൻ നമുക്ക് ഇവിടെ ഒരു ബോക്സിൽ തന്നിട്ടുണ്ട്. ദ്രവ്യത്തിന് ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താണ്? മാറ്റർ എക്സിസ്റ്റ് ഇൻ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാഷ്യസ് സ്റ്റേറ്റ് എന്നുള്ളത്.
എന്നാൽ ഇവ മൂന്നും മാത്രമല്ല ദ്രവ്യത്തിന്റെ അവസ്ഥകൾ എന്ന് പറയുന്നത്. ദ്രവ്യത്തിന്റെ നാലാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. പ്രപഞ്ചത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്നത് പ്ലാസ്മ അവസ്ഥയിലുള്ള ദ്രവ്യമാണ്. ഓർത്തു വച്ചേക്കാം. നക്ഷത്രങ്ങളും നെബുലകളുമെല്ലാം പ്ലാസ്മ അവസ്ഥയിലാണ് ഉള്ളത്. ഈ നക്ഷത്രങ്ങൾക്കിടയിലുള്ള പൊടിപടലങ്ങളും വാതകങ്ങളും ഒക്കെ ചേർന്നുണ്ടാകുന്ന വലിയ മേഘമാണ് നെബുല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ നെബുല അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ ഫോം ചെയ്യുന്നത്, നക്ഷത്രങ്ങൾ വിവിധ രൂപത്തിലും വലിപ്പത്തിലും ഒക്കെ കാണപ്പെടുന്നത് ഈ നെബുലയിലാണ് എന്നുള്ളത് മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ നക്ഷത്രങ്ങളിലും നെബുലകളിലും പ്ലാസ്മ അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ പ്രപഞ്ചത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്നത് പ്ലാസ്മ അവസ്ഥയിലുള്ള ദ്രവ്യമാണ്. അപ്പോൾ പ്ലാസ്മയെക്കുറിച്ച് അറിഞ്ഞിരിക്കുക. ദ്രവ്യത്തിന്റെ നാലാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്നത് പ്ലാസ്മ അവസ്ഥയിലുള്ള ദ്രവ്യമാണ്. നക്ഷത്രങ്ങളും നെബുലകളുമെല്ലാം പ്ലാസ്മ അവസ്ഥയിലാണ് ഉള്ളത്. അടുത്തൊരു പോയിന്റ്, ഉയർന്ന താപനിലയിൽ സ്വതന്ത്രമായ ചാർജിത കണങ്ങൾ കൂടിച്ചേർന്നാണ് പ്ലാസ്മ ഉണ്ടാകുന്നത്. മനസ്സിലാക്കാം. ഈ പോയിന്റ്സ് ഒക്കെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിച്ചേക്കാം. നോക്കിയേ, ഉയർന്ന താപനിലയിൽ സ്വതന്ത്രമായ ചാർജിത കണങ്ങൾ കൂടിച്ചേർന്നാണ് പ്ലാസ്മ ഉണ്ടാകുന്നത്. വളരെ ഉയർന്നതും താഴ്ന്നതുമായ താപനിലകളിൽ മറ്റ് പല അവസ്ഥകളും ദ്രവ്യത്തിനുള്ളതായിട്ട് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ് എന്നിവയൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. ഇപ്പോൾ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, പ്ലാസ്മ, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, അത്രയും കാര്യങ്ങളാണ്, അത്രയും മാറ്ററിൻ്റെ അവസ്ഥകളാണ് ഈ ഒരു ഭാഗത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്ലാസ്മയെക്കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. പ്ലാസ്മയെക്കുറിച്ച് നമുക്ക് ഒന്നുകൂടി നോക്കാം. ദ്രവ്യത്തിൻ്റെ നാലാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. പ്രപഞ്ചത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്നത് പ്ലാസ്മ അവസ്ഥയിലുള്ള ദ്രവ്യമാണ്. നക്ഷത്രങ്ങളിലും നെബുലകളിലുമൊക്കെ പ്ലാസ്മ അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഉയർന്ന താപനിലയിൽ സ്വതന്ത്രമായ ചാർജിത കണങ്ങൾ കൂടി ചേർന്നാണ് പ്ലാസ്മ ഉണ്ടാകുന്നത്. ഓക്കെ അല്ലേ? ഇനി പ്ലാസ്മ കൂടാതെ മറ്റു രണ്ട് കാര്യങ്ങളോടുകൂടി പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു? ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റും ഫെർമിയോണിക് കണ്ടൻസേറ്റും. ഇനി മാറ്റങ്ങൾ പലതരം. നോക്കൂ, ഇനി ഇവിടെ ഒരു മെഴുക് തിരി നമ്മൾ കത്തിക്കുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? അത് ഉരുകിയിട്ട് ദ്രാവകമായിട്ട് മാറും അല്ലേ? അപ്പം മെഴുകിനെ ഖരാവസ്ഥയിൽ നിന്നും ദ്രാവക അവസ്ഥയിലേക്ക് മാറ്റാനായിട്ട് സാധിക്കും. ഈ ദ്രാവക അവസ്ഥയിലുള്ള മെഴുക് തണുത്ത് കഴിയുമ്പോൾ എന്തായി മാറും? ഖരാവസ്ഥയിലുള്ള മെഴുകായിട്ട് മാറുമല്ലോ. ഇനി നമ്മളൊരു പേപ്പർ കത്തിക്കുകയാണെങ്കിൽ, പേപ്പറിൻ്റെ കേസ് അങ്ങനെയാണോ? പേപ്പർ കത്തിച്ച് കഴിയുമ്പോൾ അത് ചാരമായിട്ട് മാറും അല്ലേ? ഈ ചാരത്തെ നമുക്ക് തിരിച്ച് കടലാസാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, വേഗതയിലും വ്യത്യാസം ഉണ്ടായിരിക്കും. ഓരോ മാറ്റങ്ങൾ നടക്കാനുള്ള വേഗതയിലും വ്യത്യാസം ഉണ്ടായിരിക്കും. ഇവിടെ നോക്ക്, ഒരു പയർ വിത്ത് മുളയ്ക്കാൻ ഏകദേശം എത്ര സമയം എടുക്കും? രണ്ട് ദിവസമൊക്കെ എന്തായാലും എടുക്കും അല്ലേ? അപ്പോൾ അത് വളർന്ന് പൂടാനോ അതിനനുസരിച്ച് മാറ്റങ്ങളുണ്ട്. അപ്പോൾ അതാണ് ഓരോരോ മാറ്റങ്ങൾ നടക്കാൻ സമയത്തിലുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ സാവധാനത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ ഏതൊക്കെയാണ്? വേഗത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം. ഇപ്പോൾ ഇരുമ്പ് തുരുമ്പിക്കുന്ന സാവധാനമാണ് അല്ലേ? നമ്മുടെ എയറുമായിട്ടും വാട്ടറുമായിട്ടും ഒക്കെ കോണ്ടാക്റ്റിൽ വന്നു കഴിയുമ്പോഴാണ് ഇരുമ്പ് പയ്യെ തുരുമ്പിക്കുന്നത്. ഇനി ഒരു കടലാസ് നമ്മൾ കത്തിക്കുകയാണ്, അത് ദ്രുതഗതിയിൽ അത് കത്തിത്തരും അല്ലേ? അപ്പോൾ വേഗത്തിലും വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇനി ഭൗതിക മാറ്റവും രാസമാറ്റവും നമ്മുടെ ടോപ്പിക്കിലേക്ക് നമ്മൾ വരികയാണ്. നോക്കാം. ഇനി ഭൗതിക മാറ്റം എന്താണ്, രാസമാറ്റം എന്താണെന്ന് നോക്കാം. ഇതിൽ ഈ ഭൗതിക മാറ്റത്തിൻ്റെയൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള ഡെഫിനിഷൻസ് ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? 6th സ്റ്റാൻഡേർഡിലെ മാറ്റങ്ങളുടെ ലോകം എന്ന ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഡെഫിനിഷൻസ് ഒക്കെ പഠിച്ചു. അപ്പോൾ ആ ഡെഫിനിഷൻ തന്നെയാണ് ഇവിടെയും ആവർത്തിക്കപ്പെടുന്നത്. ഭൗതിക മാറ്റത്തിൽ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല. പകരം അവിടെ ആ ഒരു നിലവിലുള്ള പദാർത്ഥത്തിൻ്റെ തന്മാത്രകളിലുള്ള ക്രമീകരണം വ്യത്യാസപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നാൽ രാസമാറ്റത്തിൻ്റെ കേസിലേക്ക് വരുമ്പോൾ, രാസമാറ്റത്തിൽ ഒരു പദാർത്ഥം പൂർണ്ണമായിട്ടും മറ്റൊരു പദാർത്ഥമായിട്ട് മാറുന്നുണ്ട്. അതായത് പുതിയ തന്മാത്രകൾ ഉണ്ടാകുന്നുണ്ട്. ഓർത്തു വയ്ക്കുക, ഫിസിക്കൽ ചേഞ്ച് അല്ലെ ഭൗതിക മാറ്റം എന്ന് പറയുമ്പോൾ അവിടെ തന്മാത്രകളുടെ ക്രമീകരണം വ്യത്യാസപ്പെടുകയാണ് ചെയ്യുന്നത്, പുതിയ പദാർത്ഥം ഉണ്ടാവുന്നില്ല. രാസമാറ്റം എന്ന് പറയുമ്പോൾ അവിടെ ഒരു പുതിയ പദാർത്ഥം ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ പുതിയ തന്മാത്രകൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. പൂർണ്ണമായിട്ടും മറ്റൊരു പദാർത്ഥമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ഭാഗത്തൊന്ന് നോക്കുക, കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ കെമിക്കൽ ചേഞ്ച് ആണോ ഫിസിക്കൽ ചേഞ്ച് ആണോ എന്നുള്ളതൊന്ന്
നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയണം. നിങ്ങൾക്ക് അസൈൻ ചെയ്ത് തരുന്നൊരു ഡ്യൂട്ടിയാണ്. പിന്നെ ഇവിടെ പ്രത്യേകമായിട്ടൊരു കാര്യം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ എക്സാമ്പിൾ മെഴുക് ഉരുകുന്നതാണ്. മൂന്നാമത്തെ എക്സാമ്പിൾ മെഴുക് കത്തുന്നതാണ്. കത്തുക എന്ന് പറയുമ്പോൾ എന്താണ്, ഓക്സിജൻ്റെ ഹെൽപ്പോട് കൂടി അല്ലെങ്കിൽ ഓക്സിജനായിട്ട് കോൺടാക്റ്റിൽ വന്നിട്ടാണ് കത്തുന്നത്. അതെന്താണ്, കെമിക്കൽ ചേഞ്ച് ആണ് കേട്ടോ. മെഴുക് ഉരുകുന്നത് അത് ഫിസിക്കൽ ചേഞ്ച് ആണ്. അത് രണ്ടും പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ബാക്കിയുള്ള എക്സാമ്പിൾസ് നിങ്ങളതൊന്ന് ക്ലാസിഫൈ ചെയ്യുക, ഫിസിക്കൽ ചേഞ്ച് ആണോ കെമിക്കൽ ചേഞ്ച് ആണോ എന്ന്. എന്നിട്ട് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയുക. ഓക്കെ അല്ലേ? പാത്രത്തിൽ ഐസ് എടുത്ത് ചൂടാക്കുന്നു. ഇനി അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ പദാർത്ഥങ്ങളുടെ കണികാ ക്രമീകരണം നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഓരോ അവസ്ഥയിലും കണികകൾ തമ്മിലുള്ള അകലം, അവ തമ്മിലുള്ള ആകർഷണ ബലം, കണികകളുടെ ചലന വേഗത, ആ ഒരു അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാർട്ടിൽ പറയുന്നത്. അപ്പൊ കണികകൾ തമ്മിലുള്ള അകലം, ഖരമാണെങ്കിൽ എങ്ങനെയാണ്, അവിടെ കണികകൾ എന്ന് തന്നെയാണ്, ക്ലോസ്ലി പാക്ക്ഡ് ആണ്. ഒരു പാത്രം എടുത്തു, അതിൽ നമ്മളൊരു ഐസ് ഇട്ട് വെച്ചു എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്, കണികകൾ തമ്മിൽ ക്ലോസ്ലി പാക്ക്ഡ് ആണ് അല്ലേ. അപ്പോൾ വളരെ കുറവാണ്. ദ്രാവകങ്ങളുടെ കേസിലേക്ക് വരുമ്പോൾ കമ്പയർഡ് ടു സോളിഡ് എന്താണ്, ഇവിടെ കുറവാണ്. കണികകൾ തമ്മിലുള്ള അകലം വളരെ കുറവെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കുറവാണ്. അപ്പോൾ നോക്കിയാൽ നമ്മളൊന്ന് വരയ്ക്കുകയാണെങ്കിൽ ഈ രീതിയിലായിരിക്കുമെന്ന് വിചാരിക്കുക, ഈ ഒരു രീതിയിലായിരിക്കുമെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ്, കുറവ് എന്ന് നമുക്കിവിടെ എഴുതാനായിട്ട് സാധിക്കും അല്ലേ. ദ്രാവകങ്ങളുടെ കേസിൽ കുറവാണ്, കണികകൾ തമ്മിലുള്ള അകലം കുറവാണ്. ഇനി വാതകത്തിന്റെ കേസിലേക്ക് വരുമ്പോഴോ അത് ലൂസ്ലി പാക്ക്ഡ് ആണ്. ഇവിടെ ഒരു കണികയാണെങ്കിൽ ഇവിടെ ഒരു കണിക, ഇവിടെ ഒരു കണിക, ആ രീതിയിലാണ് പോവുക. അപ്പോൾ അവിടെ എന്താണ്, അവിടെ വളരെ കൂടുതലാണ് അല്ലേ, വളരെ കൂടുതൽ അല്ലെ. കണികകൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് കൂടുതലാണ് എന്നുള്ളത് നോക്കുക. ഇവിടെ നമുക്ക് എന്താ, കമ്പയർഡ് ടു സോളിഡിനെ വെച്ച് നോക്കുമ്പോൾ സോളിഡിന്റെ അത്രയും എന്തില്ല, കണികകൾ തമ്മിലുള്ള അകലം സോളിഡിന്റെ അത്രയും നമുക്ക് വരുന്നില്ല. ഇങ്ങനെ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഖരം എന്ന് പറയുമ്പോൾ അവിടെ കണികകൾ തമ്മിലുള്ള അകലം ഇത് ഖരത്തിൽ ക്ലോസ്ലി പാക്ക്ഡ് ആണ്, ദ്രവങ്ങളാണെങ്കിൽ ലൂസ്ലി പാക്ക്ഡ് ആണ്, വാതകങ്ങളാണെങ്കിൽ വെരി ലൂസ്ലി പാക്ക്ഡ് എന്നുള്ള രീതിയിൽ വേണം പറയാൻ വേണ്ടിയിട്ട്. ഇനി കണികകൾ തമ്മിലുള്ള ആകർഷണ ബലം എന്തായിരിക്കും, കൂടുതലായിരിക്കും അല്ലേ. കണികകൾ തമ്മിലുള്ള ആകർഷണ ബലം വളരെ കൂടുതലായിരിക്കും ഇവിടെ ഖരാവസ്ഥയിൽ. ഇനി ഖരത്തെ അപേക്ഷിച്ച് ദ്രാവകങ്ങളുടെ കേസിലാണെങ്കിൽ കണികകൾ തമ്മിലുള്ള ആകർഷണ ബലം കുറവായിരിക്കും. ഇനി വാതകങ്ങളുടെ കേസിലാണെങ്കിലോ വളരെ കുറവായിരിക്കും. കണികകളുടെ ചലനവും വേഗവും ഒക്കെ എങ്ങനെയായിരിക്കും, സോളിഡ് സ്റ്റേറ്റിൽ വളരെ കുറവായിരിക്കും. സോളിഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലിക്വിഡിന്റെ കേസിൽ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ കൂടുതലായിരിക്കും എന്ന് നമുക്ക് എഴുതാം, അല്ലെങ്കിൽ സോളിഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴാണ് കേട്ടോ. സോളിഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഭാഗത്ത് കൂടുതലായിരിക്കും ചലനം. എന്നാൽ ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ എന്താണ്, വളരെ കൂടുതലായിരിക്കും, വളരെ കൂടുതലായിരിക്കും. ഇനി കണികകളുടെ ഊർജം എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ കണികകളുടെ ഊർജം കുറവാണ്. എന്നാൽ ലിക്വിഡിന്റെ കേസിലേക്ക് വരുമ്പോൾ ഖരത്തെ അപേക്ഷിച്ച് കൂടുതൽ ഊർജം ആർക്കുണ്ടായിരിക്കും, ലിക്വിഡ് സ്റ്റേറ്റിലുള്ള തന്മാത്രകൾക്കുണ്ടായിരിക്കും. പിന്നെ കണികകളുടെ ഊർജ്ജം എങ്ങനെയാണ്, ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ അവിടെ വളരെ കൂടുതലുമായിരിക്കും. ഓക്കെ അല്ലേ. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാവുന്നതേ ഉള്ളൂ, ഇത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ ഈ പറഞ്ഞപ്പോൾ കുറവ് കൂടുതൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ കൺഫ്യൂഷൻ തോന്നിയെങ്കിൽ നിങ്ങളൊന്ന് ഇരുന്ന് ചിന്തിച്ചാൽ മതി, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. കണികകൾ തമ്മിലുള്ള അകലം, കണികകൾ തമ്മിലുള്ള ആകർഷണ ബലം, കണികകളുടെ ചലനം, വേഗം, കണികകളുടെ ഊർജ്ജം ഓരോ അവസ്ഥകളിലും എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ പറഞ്ഞത്. ഈസി ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ. ഇനി താപ ആഗിരണ പ്രവർത്തനത്തെക്കുറിച്ചാണ് നമ്മൾ നോക്കാം. ഖരവസ്തുവിനെ ചൂടാക്കുമ്പോൾ കണികകൾ തമ്മിലുള്ള അകലവും കണികകളുടെ ഊർജവും വർദ്ധിക്കും. കണികകൾ തമ്മിലുള്ള അകലം വർദ്ധിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഖരാവസ്ഥയിലുള്ള, അപ്പോൾ നമ്മൾ ഐസ് ഒരു പാത്രത്തിലെടുത്തു, ആ ഐസിനെ നമ്മൾ ചൂടാക്കുമ്പോൾ വെള്ളമായി മാറുമല്ലോ. അപ്പോൾ എന്താണ്, താപം ആഗിരണം ചെയ്തിട്ടാണ് അത് ദ്രാവകമായിട്ട് മാറിയത്. അപ്പോൾ ഈ ഖരാവസ്ഥയെ ചൂടാക്കിയപ്പോൾ കണികകൾ തമ്മിലുള്ള അകലം അവിടെ കൂടി, അതുപോലെ തന്നെ കണികകളുടെ ഊർജവും വർദ്ധിച്ചു. ക്രമേണ അത് ദ്രാവകത്തിന്റെ കണികാ ക്രമീകരണം കൈവരിക്കുകയും ചെയ്തു. ഇനി ഈ ദ്രാവകം കൂടുതൽ താപം ആഗിരണം ചെയ്ത് വാതകാവസ്ഥയിലേക്ക് മാറും ആണല്ലോ. ഓക്കെ, അപ്പോൾ ഒക്കെ എന്ത് ചെയ്യും, അതിൻ്റെ ആ ഒരു തന്മാത്രാ ക്രമീകരണങ്ങളൊക്കെ മാറ്റം വരും എന്നുള്ളതാണ്. ഈ ഒരു ടേബിൾ അനുസരിച്ച് അവിടുത്തെ തന്മാത്രാ ക്രമീകരണത്തിലെല്ലാം മാറ്റം വരും. വാതകം എന്ത് ചെയ്യും, താപം പുറത്ത് വിട്ട് കഴിയുമ്പോൾ, ഹീറ്റ് റിലീസ് ചെയ്ത് കഴിയുമ്പോൾ ദ്രാവകമായിട്ടും മാറും. അതായത് ഒരു വാതകത്തെ തണുപ്പിച്ച് കഴിയുമ്പോൾ അതെന്തായിട്ട് മാറും, ദ്രാവകമായിട്ട് മാറും. ഓക്കെ, ഇനി ദ്രാവകം എന്ത് ചെയ്യും, ദ്രാവകത്തിനെ നമ്മൾ ഒന്നുകൂടി ഒന്ന് തണുപ്പിക്കുകയാണെന്ന് വെച്ചോ, അല്ലെങ്കിൽ താപം പുറത്ത് വിടുന്ന പ്രോസസ്സായി കഴിയുമ്പോൾ ഖരമായി മാറും. അതായത് നമ്മൾ വെള്ളം ഫ്രിഡ്ജിൽ വെച്ച് റെഫ്രിജറേറ്ററിൽ വെച്ച് ഐസാക്കുന്ന കാര്യം ഒന്ന് ഓർത്താൽ മതി. ദ്രാവകം താപം പുറത്ത് വിടുമ്പോൾ അത് ഖരാവസ്ഥയിലേക്കും മാറും. പ്രത്യേകിച്ച് ഒന്നുമില്ല, കാര്യം ഈസി ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ് തന്നിരിക്കുന്നത്. ഇനി
കർപ്പൂരം നാഫ്തലിൻ എന്ന് പറഞ്ഞാൽ എന്താ, പാറ്റ ഗുളികയാണ് കേട്ടോ. കർപ്പൂരം നാഫ്തലിൻ തുടങ്ങിയ ഖരവസ്തുക്കൾ ചൂടാക്കുമ്പോൾ അവ നേരിട്ട് വാതകമായിട്ട് മാറും. അതായത് സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് അവ നേരിട്ട് എങ്ങോട്ട് മാറും, ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറും. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെയാണ് എന്ന് പറയുന്നത് ഉത്പതനം അല്ലെങ്കിൽ സബ്ലിമേഷൻ എന്ന് പറയുന്നത്. കർപ്പൂരം അല്ലെങ്കിൽ നാഫ്തലിൻ ഓർ പാറ്റ ഗുളിക. ഓക്കെ, അപ്പോൾ കർപ്പൂരവും പാറ്റ ഗുളികയൊക്കെ ഖരാവസ്ഥയിൽ നിന്ന് നമ്മൾ ചൂടായി കഴിഞ്ഞാൽ അത് നേരെ ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഖരാവസ്ഥയിൽ നിന്ന് നേരിട്ട് വാതകമായി മാറുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് സബ്ലിമേഷൻ അല്ലെങ്കിൽ ഉത്പതനം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ അവസ്ഥകളിലുള്ള മാറ്റം ഉണ്ടല്ലോ, ഒരു പദാർത്ഥം ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക, അവസ്ഥാ പരിവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ അവസ്ഥാ പരിവർത്തന സമയത്ത് ചിലപ്പോൾ എങ്ങനെയാ, ഊർജം സ്വീകരിക്കുകയായിരിക്കും ചെയ്യുക, അല്ലേ താപ ഊർജം സ്വീകരിക്കുകയായിരിക്കും ചെയ്യുക, അല്ലെങ്കിൽ താപോർജം റിലീസ് ചെയ്യാവുകയും ചെയ്യാം. അപ്പോൾ അവസ്ഥാ പരിവർത്തനത്തിന് താപോർജം ഒന്നുകിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ പുറത്തുവിടുകയും ചെയ്യാം. അപ്പോൾ ഇനി താപം പുറത്തുവിടുന്ന പ്രവർത്തനങ്ങളുണ്ട്, താപം ആഗിരണം ചെയ്യുന്ന പ്രവർത്തനങ്ങളുണ്ട്. അപ്പോൾ നോക്കിയേ, നമ്മൾ ഈ പറഞ്ഞ ഐസിൻ്റെ കേസ് തന്നെ എടുക്കാം. ഇപ്പോൾ ഖരം എന്ന് പറയുമ്പോൾ ഐസ്, വാട്ടർ, ഇവിടെ വേപ്പർ. അപ്പോൾ ഖരം അല്ലെങ്കിൽ ഐസ് താപം ആഗിരണം ചെയ്തപ്പോഴാണ് എന്തായിട്ട് മാറിയത്, ദ്രാവകമായിട്ട് മാറിയത്. ഈ ദ്രാവകം താപം പുറത്തേക്ക് വിടുകയാണെങ്കിൽ അത് എന്തായിട്ട് മാറും, താപം പുറത്തേക്ക് വിട്ടിട്ട് ഐസായിട്ട് അല്ലെങ്കിൽ ഖരാവസ്ഥയിലേക്ക് പ്രാപിക്കും. അപ്പോൾ ഖരാവസ്ഥയിലുള്ള വസ്തു താപം ആഗിരണം ചെയ്ത ദ്രാവകാവസ്ഥയിലേക്കും നേരെ തിരിച്ച് ദ്രാവകാവസ്ഥയിലുള്ള വസ്തു താപം പുറത്തുവിട്ട് ഖരാവസ്ഥയിലേക്കും മാറുന്നതായിട്ട് കാണാം. ഇനി ദ്രാവകാവസ്ഥയിലുള്ള വസ്തു താപം ആഗിരണം ചെയ്ത് വാതകാവസ്ഥയിലേക്കും വാതകാവസ്ഥയിലുള്ള വസ്തുവിന് താപം പുറത്തുവിട്ടുകൊണ്ട് ദ്രാവകാവസ്ഥയിലേക്ക് മാറാനും സാധിക്കും. ക്ലിയർ അല്ലേ ഈ പറഞ്ഞ പോയിന്റ്? രാസമാറ്റങ്ങളും ഊർജ മാറ്റവും. അപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ തന്നിട്ടുണ്ട്, നമുക്ക് അവിടെ ആവശ്യമില്ല, എക്സാമ്പിൾ ഒന്നും നമുക്ക് ആവശ്യമില്ല. ഇവിടെ നോക്കാം. ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങൾ അഭികാരകങ്ങളെന്നും റിയാക്റ്റൻസ്, പങ്കെടുക്കുന്നവ അഭികാരങ്ങളും ആ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റിസൾട്ടായിട്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങളെ പ്രോഡക്ട്സ് എന്നുമാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങൾ റിയാക്റ്റൻസ് അല്ലെങ്കിൽ അഭികാരകങ്ങളും അവിടെ പുതിയതായിട്ടുണ്ടാവുന്ന പദാർത്ഥങ്ങൾ ഉൽപ്പന്നങ്ങൾ അഥവാ പ്രോഡക്ട്സ് എന്നുമാണ് നമ്മൾ പറയുന്നത്. ഇനി താപരാസപ്രവർത്തനം എന്നാൽ എന്താണ്? താപരാസപ്രവർത്തനം എന്നാണ് ഒരു രാസപ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് താപം പുറത്തുവിടുന്നുണ്ടെങ്കിൽ, ഒരു രാസപ്രവർത്തനത്തിൻ്റെ ഫലമായി താപം പുറത്തുവിടുന്നുണ്ടെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളെ താപമോചക പ്രവർത്തനം അല്ലെങ്കിൽ എക്സോതെർമിക് റിയാക്ഷൻസ് എന്ന് പറയും. അപ്പോൾ ഒരു രാസപ്രവർത്തനത്തിൻ്റെ റിസൾട്ടായിട്ട് താപം പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അവനെ എക്സോതെർമിക് റിയാക്ഷൻ അല്ലെങ്കിൽ താപമോചക പ്രവർത്തനം എന്ന് പറയാം. ഇനി നോക്കൂ, രാസപ്രവർത്തനങ്ങളിൽ താപോർജം ആഗിരണം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എൻഡോതെർമിക് റിയാക്ഷൻസ് എന്ന് പേരിട്ട് വിളിക്കാം. താപ ആഗിരണ പ്രവർത്തനം. രാസപ്രവർത്തനങ്ങളിൽ താപോർജം ആഗിരണം ചെയ്യുകയാണെങ്കിൽ അത്തരം രാസപ്രവർത്തനങ്ങൾ താപ ആഗിരണ രാസപ്രവർത്തനം അല്ലെങ്കിൽ എൻഡോതെർമിക് റിയാക്ഷൻസ്. ഇനി ഒരു രാസപ്രവർത്തന സമയത്ത് താപം പുറത്തേക്ക് വിടുന്നു അല്ലെ താപം പുറത്തേക്ക് പോകുന്നുവെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾ താപമോചകം, താപത്തെ മോചിപ്പിക്കുകയാണ്, താപമോചക പ്രവർത്തനം എക്സോതെർമിക് റിയാക്ഷൻസ് എന്നും പറയുന്നു. ഇവിടെ PSCയുടെ ഒരു ചോദ്യമുണ്ട്. ഈ താപരാസ പ്രവർത്തനങ്ങളിൽ ഇവിടെ കണ്ടോ, ഒരു ടെസ്റ്റ് ട്യൂബിൽ ഒരു കഷ്ണം മഗ്നീഷ്യം എടുത്ത് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് ടപ്പ് ശബ്ദത്തോടു കൂടി ഒരു പോപ്പ് സൗണ്ടോട് കൂടിയിട്ട് പുറത്തേക്ക് ഒരു വാതകം വരുന്നുണ്ട്. ഈ വാതകം ഏതാണ് എന്നൊരു ചോദ്യം. ഇത് PSCയുടെ PYQ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആൻസർ ഹൈഡ്രജൻ ആണ്, ഹൈഡ്രജൻ. അപ്പോൾ ഹൈഡ്രജൻ വാതകത്തോടൊപ്പം അവിടെ കുറച്ച് എന്തും കൂടി റിലീസ് ചെയ്യുന്നുണ്ട്, താപം കൂടി റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ മഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടി പ്രവർത്തിച്ചിട്ട് അവിടെ മഗ്നീഷ്യം ക്ലോറൈഡും അതോടുകൂടി ഒരു പോപ്പ് ശബ്ദത്തോടു കൂടി, പോപ്പ് സൗണ്ടോട് കൂടി റിലീസ് ചെയ്യുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഒപ്പം കുറച്ച് താപം കൂടി റിലീസ് ചെയ്യുന്നുണ്ട്. ഇതൊരു താപമോചക പ്രവർത്തനത്തിന് ഉദാഹരണമാണ്, ഓർത്ത് വെച്ചേക്കണം. പിന്നെ അതുപോലെ ഈ ഒരു ഭാഗത്ത് എക്സോതെർമിക് റിയാക്ഷനകത്ത് പറയുന്നത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് എടുത്ത് ചൂടാക്കാനാണ്. ഇതും PSC ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ രണ്ട് എക്സ്പെരിമെൻറ്റ് നോക്കിയത്. ഇവിടെ ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് എടുത്ത് ചൂടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ എന്താണ്? പൊട്ടാസ്യം പെർമാംഗനേറ്റ് എടുത്ത് ചൂടാക്കുക. പൊട്ടാസ്യം പെർമാംഗനേറ്റിനോടൊപ്പം താപം കൂടി ചേരുമ്പോൾ അവിടെ എന്തുണ്ടാവുന്നുണ്ട്? പൊട്ടാസ്യം മാംഗനേറ്റും അതുപോലെ മാഗ്നീസ് ഡയോക്സൈഡും ഓക്സിജൻ വാതകമാണ് കേട്ടോ. അവിടെ കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജൻ ആണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ്
വിഘടിച്ച് അവിടെ എന്തുണ്ടാവുന്നുണ്ട്? ഓക്സിജൻ വാതകം ഉണ്ടാവുന്നുണ്ട്. ഇതാണ് PSC ചോദിച്ചത്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് വിഘടിക്കുമ്പോൾ പുറത്തേക്ക് വരുന്ന വാതകം ഏതാണ്? ഓക്സിജൻ ആണ്. അതുപോലെ തന്നെ മെഗ്നീഷ്യവും അതുപോലെ ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ പോപ്പ് ശബ്ദത്തോടു കൂടി പുറത്തേക്ക് വരുന്ന വാതകം ഏത്? ഹൈഡ്രജൻ ആണ്. അവിടെ താപം എന്താ? ഹൈഡ്രജനോടൊപ്പം കുറച്ച് താപം കൂടിയുണ്ട് കേട്ടോ. അപ്പോൾ ആ താപം അവിടെ പുറത്തേക്ക് വരുന്നു. അത് താപമോചക പ്രവർത്തനമാണ്. താപമോചകം എക്സോതേർമിക് റിയാക്ഷൻ ആണ്. ഇവിടെ പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ കേസിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് താപം ആഗിരണം ചെയ്തിട്ടാണ് പൊട്ടാസ്യം മാംഗനേറ്റും അതുപോലെ മാംഗനീസ് ഡയോക്സൈഡും ആയിട്ട് മാറുന്നത്. ആ സമയത്ത് ഓക്സിജൻ കൂടി റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ? ഇപ്പോൾ ക്ലിയർ ആയില്ലേ ഈ രണ്ട് കാര്യങ്ങൾ? ഇനി താപമോചക പ്രവർത്തനങ്ങൾ, താപ ആഗിരണ പ്രവർത്തനങ്ങൾ നോക്കിയേ. പൊട്ടാസ്യം പെർമാംഗനേറ്റും ഗ്ലിസറിനും തമ്മിലുള്ള പ്രവർത്തനം. അവിടെ കുറച്ച് താപം എന്താ ചെയ്യുന്നത്? മോചിപ്പിക്കുന്നുണ്ട്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് എടുത്ത് അതിലേക്ക് കുറച്ച് ഗ്ലിസറിൻ ഒഴിച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ ആ ഒരു പ്രവർത്തനത്തെ റിസൾട്ടായിട്ട് അവിടെ കുറച്ച് താപം വരുന്നുണ്ട്. അതുപോലെ നമ്മൾ ഈ പറഞ്ഞ മാഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലുള്ള പ്രവർത്തനത്തെ റിസൾട്ടായിട്ട് ഹൈഡ്രജനും ഫോം ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് താപവും വരുന്നുണ്ട്. അപ്പോൾ താപം മോചിപ്പിക്കുന്ന രണ്ട് എക്സാമ്പിൾസ് ആണ്. ഇനി താപ ആഗിരണ രാസപ്രവർത്തനമാണെങ്കിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ വിഘടനം. പൊട്ടാസ്യം പെർമാംഗനേറ്റ് വിഘടിച്ച് കഴിയുമ്പോൾ ഓക്സിജൻ ആണ് റിലീസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ അമോണിയം ക്ലോറൈഡും ബേരിയം ഹൈഡ്രോക്സൈഡും തമ്മിലുള്ള പ്രവർത്തനവും താപ ആഗിരണ പ്രവർത്തനമാണ്. അമോണിയം ക്ലോറൈഡും ബേരിയം ഹൈഡ്രോക്സൈഡും തമ്മിലുള്ള പ്രവർത്തനം താപ ആഗിരണ പ്രവർത്തനമാണ്. അപ്പോൾ താപോർജ്ജം പുറത്തുവിടുന്നതോ ആഗിരണം ചെയ്തതോ ആയ രാസപ്രവർത്തനങ്ങൾ പൊതുവായിട്ട് താപ രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ മനസ്സിലായോ? താപമോചക പ്രവർത്തനവും താപ ആഗിരണ പ്രവർത്തനവും എക്സോതേർമിക് റിയാക്ഷനും എൻഡോതേർമിക് റിയാക്ഷനെയും പൊതുവേ പറയുന്ന പേരാണ് ഇത് തെർമോ കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ താപ രാസപ്രവർത്തനം എന്നാണ് ഇതിനെ കോമൺ ആയിട്ട് പറയുന്നത്. ഇനി പ്രകാശ രാസപ്രവർത്തനം ഇവിടെ എന്തിനെ കുറിച്ചായിരിക്കും പറയുന്നത്? നമുക്ക് നോക്കാം. ഇവിടെ ഒരു വാച്ച് ഗ്ലാസ്സിൽ അല്പം സിൽവർ നൈട്രേറ്റ് ലായനി എടുത്ത് അതിലേക്ക് സോഡിയം ക്ലോറൈഡ് ലായനി ചേർക്കുക. ഉണ്ടാകുന്ന ഉൽപ്പന്നം 2 കഷ്ണം പഞ്ഞിയിൽ മുക്കി ഒന്ന് കറുത്ത കടലാസിൽ പൊതിഞ്ഞും മറ്റേത് തുറന്നും വയ്ക്കുക. അല്പസമയത്തിന് ശേഷം എന്താണ് നിങ്ങൾ നിരീക്ഷിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ എന്താണ്? ഒരു ഊർജ്ജ രൂപം കാരണം എന്ത് ചെയ്യുന്നുണ്ട്? നിറം മാറുന്നുണ്ട്. അപ്പോൾ അഭികാരകമായിട്ടുള്ള സിൽവർ നൈട്രേറ്റും സോഡിയം ക്ലോറൈഡും തമ്മിൽ പ്രവർത്തിച്ച് സിൽവർ ക്ലോറൈഡ് ആണ് ഉണ്ടാവുന്നത്. ഈ സിൽവർ ക്ലോറൈഡ് നമ്മൾ സൺലൈറ്റിൽ വെക്കുമ്പോൾ പ്രകാശം ആഗിരണം ചെയ്ത് വിഘടിച്ചിട്ട് സിൽവർ ഉണ്ടാകുന്നു. അതായത് തുറന്നു വെച്ച പഞ്ഞി കറുത്തു പോകാനുള്ള കാരണമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു പഞ്ഞി നോക്കി, ഇവിടെ ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഉൽപ്പന്നം 2 കഷ്ണം പഞ്ഞിയിൽ മുക്കിയിട്ടാണ് നമ്മൾ എടുത്തു വെച്ചത്. അതിലൊരു പഞ്ഞി നമ്മൾ ഓൾറെഡി ഒരു പേപ്പറിൽ എടുത്ത് കവർ ചെയ്ത് വെച്ചു. മറ്റേ പഞ്ഞിയാണ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റിൽ കൊണ്ടുവച്ചത്. അപ്പോൾ അവിടെ ഈ സിൽവർ നൈട്രേറ്റും സോഡിയം ക്ലോറൈഡും തമ്മിൽ പ്രവർത്തിച്ച് സിൽവർ ക്ലോറൈഡ് ആണ് ഉണ്ടായത്. എന്നിട്ട് ഈ സിൽവർ ക്ലോറൈഡ് പ്രകാശം ആഗിരണം ചെയ്തു. നമ്മൾ ഈ ഓപ്പൺ ആക്കി വെച്ചിട്ടുള്ള പാത്രത്തിലെ പഞ്ഞി എന്ത് ചെയ്യുന്നുണ്ട്? പ്രകാശം ആഗിരണം ചെയ്തിട്ട് വിഘടിച്ച് സിൽവർ ഉണ്ടാകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തുറന്നു വെച്ച പഞ്ഞി എന്ത് ചെയ്യും? കറുത്ത നിറത്തിലേക്ക് മാറിപ്പോകും. ഓക്കെ അല്ലേ? ഇനി പ്രകാശ സംശ്ലേഷണത്തെ കുറിച്ച് നോക്കാം. പ്രകാശ സംശ്ലേഷണം നോക്കാം. ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗ്ലൂക്കോസ് നമുക്കറിയാം, ജലവും കാർബൺ ഡൈ ഓക്സൈഡും പ്രകാശവും ഒക്കെ ചേർന്ന് ഇതാണ് ക്ലോറോഫില്ലിൻ്റെയും സൺലൈറ്റിൻ്റെയും ഒക്കെ ഹെൽപ്പോട് കൂടിയിട്ട് ഗ്ലൂക്കോസും ഓക്സിജനും ഫോട്ടോസിന്തസിസിൻ്റെ ബൈ പ്രോഡക്ട്സ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ്? ഒന്ന് ഗ്ലൂക്കോസ്, 2 ഓക്സിജൻ ആണ് അല്ലേ? ഗ്ലൂക്കോസും ഓക്സിജനും ആണ് പ്രകാശ സംശ്ലേഷണത്തിൻ്റെ റിസൾട്ടായിട്ട് അല്ലെ ബൈ പ്രോഡക്ട്സ് എന്ന് നമുക്ക് പറയാവുന്നത്. അപ്പോൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്ലൂക്കോസ് ആണ് അന്നജമായിട്ട് സസ്യഭാഗങ്ങളിൽ ശേഖരിക്കുന്നത്. ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിന് തന്നെ കാരണമാകുന്ന പ്രവർത്തനമാണ് പ്രകാശ സംശ്ലേഷണം. പ്രകാശ സംശ്ലേഷണത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? സൗരോർജ്ജമാണ് ആഗിരണം ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഈ പ്രക്രിയയിൽ പ്രകാശോർജ്ജമാണ് രാസോർജ്ജമായിട്ട് മാറുന്നത്. അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ മിന്നാമിനിങ്ങിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ നമ്മൾ പറഞ്ഞത്? ബയോലുമിനിസെൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? മിന്നാമിനിങ്ങിന്റെ ശരീരത്തിലെ ലൂസിഫറേസ് എന്ന എൻസൈമിന്റെ സഹായത്തോടു കൂടി ലൂസിഫറിൻ എന്ന രാസവസ്തു ഓക്സിജനുമായി പ്രവർത്തിച്ച് ദൃശ്യപ്രകാശം പുറത്തുവിടുന്നു. ഈ പ്രതിഭാസത്തെയാണ് ജൈവദീപ്തി. ബയോലുമിനിസെൻസിന്റെ മലയാളം ടേമാണ് ജൈവദീപ്തി. ശരീരത്തിൽ പ്രവേശിക്കുന്ന ഓക്സിജന്റെ അളവ് നിയന്ത്രിച്ച് പ്രകാശ തീവ്രത വ്യത്യാസപ്പെടുത്താൻ മിന്നാമിനുങ്ങിന് കഴിയും.
ചിലയിനം കടൽ ജീവികളും പുഴുക്കളും ജൈവദീപ്തി പ്രദർശിപ്പിക്കാറുണ്ട്. അപ്പോൾ ജൈവദീപ്തി എന്നാണ് ബയോലുമിനിസെൻസിന്റെ മലയാളം ടേം. മിന്നാമിനുങ്ങിന്റെ ശരീരത്തിലെ ലൂസിഫറേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ സാന്നിധ്യത്തിൽ ലൂസിഫറിൻ ഓക്സിജനുമായി ചേർന്ന് ഓക്സി ലൂസിഫറിൻ ഉണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യും? ആ പ്രകാശോർജം ഉത്സർജിക്കപ്പെടും. ഈ ഒരു പ്രതിഭാസത്തെയാണ് ജൈവദീപ്തി അല്ലെങ്കിൽ ബയോലുമിനിസെൻസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ഈ മിന്നാമിനുങ്ങ് കൂടാതെ തന്നെ ചില ഇനം കടൽ ജീവികളും പുഴുക്കളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ജൈവദീപ്തി പ്രദർശിപ്പിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു പ്രവർത്തനത്തിൽ പ്രകാശോർജ്ജം പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. പ്രകാശ സംശ്ലേഷണത്തിന്റെ കേസിൽ നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്? അവിടെ പ്രകാശം അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ രണ്ട് രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രകാശ രാസപ്രവർത്തനത്തിൽ അല്ലേ, പ്രകാശം അബ്സോർബ് ചെയ്യുന്നതും ഉണ്ടായിരുന്നു, അതുപോലെ പ്രകാശം പുറത്തേക്ക് വിടുന്നതും ഉണ്ട്. അപ്പോൾ പ്രകാശോർജ്ജം ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളെ പൊതുവെ പ്രകാശ രാസപ്രവർത്തനങ്ങൾ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ചില ഇനം കുപ്പികളൊക്കെ ഈ മരുന്നുകളൊക്കെ ഈ ബ്രൗൺ കളറിൽ കുപ്പികളിലാണ് ശേഖരിച്ച് വെക്കുന്നത്. കാരണം എന്താണ്? അവിടെ ആ ലൈറ്റുമായിട്ടുള്ള റിയാക്ഷൻസ്, സൺലൈറ്റുമായിട്ടുള്ള റിയാക്ഷൻസ് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് PSC ചോദിച്ചിട്ടുള്ളതാണോ, എവിടെയാണോ ഞാൻ ഇങ്ങനെ ഈ ചോദ്യം കണ്ടിട്ടുണ്ട്, PSCയിൽ തന്നെയാണോ എന്ന് എനിക്ക് അറിഞ്ഞത്, കേട്ടിട്ടാണോ എന്നും അറിയില്ല. ചില മരുന്നുകൾ ബ്രൗൺ നിറത്തിലുള്ള കുപ്പികളിൽ സൂക്ഷിക്കുന്നതിന് കാരണം എന്താണ് പ്രകാശമായിട്ടുള്ള റിയാക്ഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ബ്രൗൺ നിറത്തിലുള്ള കുപ്പികളിൽ ഇങ്ങനെ ശേഖരിച്ച് വെക്കുന്നത്. ഓക്കെ അല്ലേ? സിൽവർ നൈട്രേറ്റ് സുതാര്യമായ കുപ്പികളിൽ സൂക്ഷിക്കാറില്ല. എന്തുകൊണ്ടാണ്? സിൽവർ നൈട്രേറ്റിന്റെ കാര്യമല്ലേ കുറച്ച് മുൻപ് നമ്മൾ പറഞ്ഞത്, പഞ്ഞിയിൽ മുക്കി വെക്കുന്ന കാര്യം. അപ്പോൾ അത് സൺലൈറ്റുമായിട്ടുള്ള കോണ്ടാക്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്തത് വൈദ്യുത രാസപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ്. നോക്കിയാലോ? നോക്കാം. ഡ്രൈ സെല്ലിൽ രാസോർജ്ജം എന്താ ചെയ്യുന്നത്? വൈദ്യുതോർജ്ജമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിത് ഇവിടെ ഡ്രൈ സെല്ലിന്റെ പാർട്സ് ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ, നോക്കാം. അപ്പോൾ ഡ്രൈ സെല്ലിൽ രാസോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറ്റുന്നുണ്ട്. ഇവിടെ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് നോക്കാം. വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്ത് ഒരു പദാർത്ഥം വിഘടനത്തിന് വിധേയമാവുന്ന രാസപ്രവർത്തനത്തെ പറയുന്ന പേരാണ് വൈദ്യുത വിശ്ലേഷണം. വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്ത് ഒരു പദാർത്ഥം വിഘടനത്തിന് വിധേയമാകുന്ന രാസപ്രവർത്തനത്തിന് പറയുന്ന പേരെന്ത്? വൈദ്യുത വിശ്ലേഷണം. നോക്കിയേ, അല്പം ആസിഡ് ചേർത്ത് ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ ആ ജലം ഹൈഡ്രജനും ഓക്സിജനുമായി വിഘടിക്കും. അപ്പോൾ വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്ത ഒരു പദാർത്ഥം വിഘടനത്തിന് വിധേയമാവുന്ന രാസപ്രവർത്തനമാണ് വൈദ്യുത വിശ്ലേഷണം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്തുകൊണ്ട് ആസിഡ് ചേർത്ത ജലം എന്തായി മാറി? ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറി. ഇതെന്താണ്? ഇതൊരു ഇലക്ട്രോളിസിസ് പ്രോസസ്സാണ്. ഓക്കെ, വൈദ്യുത വിശ്ലേഷണ പ്രവർത്തനമാണ്. ഇത്തരത്തിൽ ധാരാളം പ്രവർത്തനങ്ങൾ വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്ത് നടക്കാറുണ്ട്. നമ്മൾ ഈ സ്വർണം പൂശിയ ആഭരണങ്ങൾ, വെള്ളി പൂശിയ ആഭരണങ്ങൾ അതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ എന്താണ്? ഇങ്ങനെ ഇലക്ട്രോളിസിസ് വഴിയാണ് അതൊക്കെ ഉണ്ടാക്കുന്നത്. ഇവിടെ കണ്ടോ, ഒരു കോപ്പറിൽ എന്താ ചെയ്യുന്നത്? ഇരുമ്പ് വളയിൽ കോപ്പർ പൂശാണ് കേട്ടോ. ഇരുമ്പ് വളയിൽ ചെമ്പ് പൂശുന്ന പ്രോസസ്സാണ് അവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ കണ്ടോ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ്? കോപ്പർ സൾഫേറ്റ് ലായനിയാണ്. കോപ്പർ സൾഫേറ്റ് ലായനിയാണ് ഇവിടെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇലക്ട്രോലിസിസ് എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്? ചെമ്പ് തകിട് ഉപയോഗിച്ച് ഇരുമ്പ് വളയിൽ ചെമ്പ് പൂശുന്ന പ്രവർത്തനത്തിൽ കോപ്പർ സൾഫേറ്റ് ലായനിയാണ് ഇവിടെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വൈദ്യുതി ഉപയോഗിച്ച് ലോഹവസ്തുക്കൾക്ക് മുകളിൽ മറ്റു ലോഹങ്ങളുടെ ആവരണം ഉണ്ടാക്കുന്ന പ്രവർത്തനത്തിന് പറയുന്ന പേരെന്ത്? വൈദ്യുത ലേപനം അല്ലെങ്കിൽ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയും. ഓക്കെ, ഇലക്ട്രോപ്ലേറ്റിംഗ്. അകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ പോസിറ്റീവ് ടെർമിനലുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നത് നമുക്ക് ഏതാണോ പൂശേണ്ടത്. അപ്പോൾ ചെമ്പാണ് നമ്മൾ കോപ്പറാണ് നമ്മൾ ഇരുമ്പ് വളയുടെ മേലിലേക്ക് പൂശാനായിട്ട് പോകുന്നത്. അപ്പോൾ ചെമ്പാണ് പോസിറ്റീവ് ടെർമിനൽ, കോപ്പറാണ് ഈ പോസിറ്റീവ് ടെർമിനലിൽ വെച്ചിരിക്കുന്നത്. ഏതിലേക്കാണോ പൂശേണ്ടത് അതാണ് നെഗറ്റീവ് ടെർമിനലിൽ വെച്ചിരിക്കുന്നത്. ഇനി പോസിറ്റീവ് ടെർമിനലിൽ വെച്ചിട്ടുള്ള വസ്തുവിൻ്റെ തന്നെ ലായനി ആയിരിക്കണം എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ ഒന്നിൻ്റെ ലെയർ മറ്റൊന്നിൽ പൂശുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ഇലക്ട്രോപ്ലേറ്റിംഗ് അല്ലെങ്കിൽ വൈദ്യുത ലേപനം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് ഗോൾഡ് പ്ലേറ്റഡ് ആഭരണങ്ങളൊക്കെ ഒരുപാട് ഇപ്പോൾ നമുക്ക് വിപണിയിൽ ലഭ്യമാണ്. ഇപ്പോൾ സ്വർണ്ണമാണ് നമുക്ക് പൂശേണ്ടതെങ്കിൽ സ്വർണ്ണ തകിട് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലേക്കും ബന്ധിപ്പിക്കണം. അതുപോലെ ഗോൾഡ് സയനൈഡിൻ്റെയോ
സോഡിയം സയനൈഡിൻ്റെയും ലായനി ഉപയോഗിക്കുകയും വേണം. ഓക്കെ, ഇലക്ട്രോലൈറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ടത് എന്താണ്? ഈ ഗോൾഡ് സയനൈഡിൻ്റെയും സോഡിയം സയനൈഡിൻ്റെയും ലായനിയാണ് നമ്മളവിടെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിനോട് വെള്ളിത്തകിട് ഘടിപ്പിച്ച്, അപ്പോൾ ഏതാണോ നമുക്ക് പൂശേണ്ടത് അത് വേണം പോസിറ്റീവ് സൈഡിൽ വെക്കാൻ. വെള്ളിത്തകിട് ഘടിപ്പിച്ച് അതേ സംഭവത്തിന് തന്നെ പോസിറ്റീവിൽ ഏതാണോ ഘടിപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ തന്നെ ഇലക്ട്രോലൈറ്റ് ആണ് അവിടെ സൊല്യൂഷനായിട്ട് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ സിൽവർ സയനൈഡിൻ്റെയും സോഡിയം സയനൈഡിൻ്റെയും ഒക്കെ ലായനിയുടെ മിശ്രിതമായിരിക്കണം എന്ത് ചെയ്യുന്നത് ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ വൈദ്യുതി ഉപയോഗിച്ച് ലോഹവസ്തുക്കൾക്ക് മുകളിൽ മറ്റ് ലോഹങ്ങളുടെ ആവരണം ഉണ്ടാക്കുന്ന പ്രവർത്തനമാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് അല്ലെങ്കിൽ വൈദ്യുത ലേപനം എന്ന് പറയുന്നത്. ഇനി ഒരു എക്സ്പെരിമെൻ്റ് ആണ് ഇവിടെ. ചെറുനാരങ്ങ കൊണ്ട് ഒരു ബാറ്ററി. ഇത് നമ്മുടെ ഓൾഡ് SCERT-യിലുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഒന്നുമില്ല, രാസപ്രവർത്തനം നടക്കുമ്പോൾ വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്യുകയോ ഉൽപ്പാദിപ്പിക്കുകയോ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ വൈദ്യുത രാസപ്രവർത്തനങ്ങൾ എന്ന് പറയും. ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ് പറയും. അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള എക്സ്പെരിമെൻ്റ് ആണ് ഇവിടെ. രാസപ്രവർത്തനം നടക്കുമ്പോൾ വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്യുകയോ ഉൽപ്പാദിപ്പിക്കുകയോ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ വൈദ്യുത രാസപ്രവർത്തനങ്ങൾ എന്ന് പറയും. നേരത്തെ പറഞ്ഞല്ലോ, പ്രകാശോർജ്ജം ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന രാസപ്രവർത്തനമാണെങ്കിൽ പ്രകാശ രാസപ്രവർത്തനം. ഇനി രാസപ്രവർത്തനം നടക്കുമ്പോൾ വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്യുകയോ ഉൽപ്പാദിപ്പിക്കുകയോ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണെങ്കിൽ വൈദ്യുത രാസപ്രവർത്തനം. ആ രീതിയിലാണ് അതിനെ പറയുന്നത്. ഇനി നോക്കിയേ, രാസപ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അവിടെയുള്ള പ്രധാന ഊർജ്ജ മാറ്റങ്ങളെ കുറിച്ചാണ് പറയുന്നത്. പദാർത്ഥങ്ങളുടെ ജ്വലനത്തിന്റെ സമയത്ത് എന്താണ്? താപം പുറത്തുവിടുകയാണ് ചെയ്യുന്നത് അല്ലേ? ഇനി പദാർത്ഥങ്ങളുടെ ചൂടേറ്റുള്ള വിഘടനം, താപം ആഗിരണം ചെയ്തിട്ടല്ലേ അവിടെ വിഘടനം നടക്കുന്നത്. ഇനി ജൈവദീപ്തി അല്ലെങ്കിൽ ബയോലുമിനിസെൻസ് എന്ന് പറയുമ്പോൾ മിനിങ്ങാണ്, പ്രകാശോർജ്ജം പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത് അല്ലേ? ഇനി ചെറുനാരങ്ങ കൊണ്ടുള്ള സെല്ല് എന്താണ്? വൈദ്യുതി പുറത്തു വിടുകയാണ്. നമ്മൾ ഈ ഒരു ഇമേജിൽ കണ്ടതാണ്. കണ്ടോ, ചെറുനാരങ്ങയിൽ ജസ്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ചെറുനാരങ്ങയിൽ സിങ്ക് കോപ്പർ ആണികൾ ക്രമീകരിച്ച് അവയെ ചെമ്പ് കമ്പിയിൽ ഉപയോഗിച്ച് ബന്ധിപ്പിക്കുക, എന്നിട്ട് ഒരു LED ആയിട്ടും ബന്ധിപ്പിക്കുക. അപ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് LED പ്രകാശിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ LED പ്രകാശിക്കുമ്പോൾ വൈദ്യുതി പുറത്തുവിടുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇനി സോഡിയം ക്ലോറൈഡ് ലായനിയുടെ വൈദ്യുത വിശ്ലേഷണം നടക്കുമ്പോൾ അവിടെ വൈദ്യുതി ആഗിരണം ചെയ്തിട്ടാണ് വൈദ്യുത വിശ്ലേഷണം നടക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഈ ഒരു ലെസണിൽ പറയുന്നത്. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ 2 ചാപ്റ്റേഴ്സാണ് നമ്മളിപ്പോൾ രാസമാറ്റങ്ങൾ ഭൗതിക മാറ്റങ്ങൾ എന്ന ടോപ്പിക്കിൽ കംപ്ലീറ്റ് ആക്കിയത്. ഇനി ഒരു 2 ചാപ്റ്റേഴ്സും കൂടി ന്യൂ SCERT ഭാഗത്ത് നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ ഓൾഡ് SCERT-യിലും ഉണ്ട്. അപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് രാസമാറ്റം എന്താണ്, ഭൗതിക മാറ്റം എന്താണ്, എക്സാമ്പിൾസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചു. നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഷെയർ ചെയ്ത് ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി എത്തിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്തിട്ട് നമ്മുടെ വീക്ക്ലി സ്റ്റഡി പ്ലാനുകളും സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ടുള്ള എക്സാംസും ഒക്കെ ഫ്രീ ആയിട്ട് തന്നെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റുമേ. അപ്പോൾ അതുകൊണ്ട് ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്തോളൂ. താങ്ക്